അപ്പോൾ ശബരിമലയിലെ ക്ഷേത്ര പവിത്രത തകർക്കുന്ന കാര്യത്തിൽ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാം CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു പരസ്പര സഹകരണമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് ബോധ്യമായിട്ടുള്ളത്. കോൺഗ്രസ് CPM-നെ പഴിചാരുകയും CPM കോൺഗ്രസിനെ പഴിചാരുകയും ചെയ്തിട്ട് ഈ രണ്ടു കൂട്ടരും ഇരുട്ടിൽ കള്ളന്മാരെ തപ്പുകയാണ്. സത്യത്തിൽ ഈ കൊള്ളയുടെ പിറകിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയായിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ CPM-നെയും കോൺഗ്രസിൻ്റെയും പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരേണ്ടതാണ്. ആ വിശദാംശങ്ങൾ പുറത്തു വരാൻ നിലവിലുള്ള SITയുടെ അന്വേഷണത്തിൻ്റെ പരിമിതികളെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പുതിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കേസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ നിരീക്ഷണങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. ED ഈ കേസിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ED അന്വേഷിക്കുന്നുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിലെ അഴിമതിയുടെ എലിമെന്റ്സ് ഉള്ളത്. ഇത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണമോഷണ സംഘം, വിഗ്രഹ കള്ളക്കടത്ത് സംഘം, ഇങ്ങനെയുള്ള വലിയ വലിയ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതിൽ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് BJP സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രചരണങ്ങളും പ്രക്ഷോഭങ്ങളും അതോടൊപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതുമായിട്ട് മുമ്പോട്ട് പോകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഒരു കാരണവശാലും ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്തിനാണ് മുഖ്യമന്ത്രി CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഗവൺമെന്റിനും ഒന്നും ഈ കാര്യത്തിൽ ഒന്നും മറക്കാനില്ല എങ്കിൽ എന്തിനാണ് അവർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു CPM കാരണം ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്?